ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര സിനിമാ മോഹം ഉണ്ടായിട്ട് ഈ കാനഡ കഥ നമ്മൾ കുറെ കേട്ടത് അമ്മീന്റെ. അപ്പൊ അമ്മീൻ എന്തിനാ ഈ കാനഡയ്ക്ക് പോയത്? അപ്പൊ പിന്നെ ഐ മീൻ ഇത്ര സിനിമാ മോഹം ഉള്ള ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമയിൽ ആരും ഇല്ലല്ലോ ഈ ഓ അപ്പൊ ഒന്ന് സെറ്റിലാണ് നമുക്ക് വീട്ടിലിപ്പം നിൽക്കാം. കാരണം കണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് അത്യാവശ്യം നമുക്ക് വരുമാനമുണ്ട്, നമുക്ക് പിടിച്ചു നിന്ന് പോവാം. ഈ സിനിമയെന്നും പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്ക് വീട്ടുകാരുടെ അടുത്ത് വേണം ഈ കാശ് ചോദിക്കും. ഇപ്പം ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ വണ്ടിക്കൂലിക്ക് 10 രൂപ ടിക്കറ്റ് എടുക്കണമെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കണം, ചായക്കും 10 രൂപ. ചായ വേണം. അപ്പം ഞാൻ ആദ്യം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് എങ്ങനെയാലും ഒന്ന് സെറ്റിലായിട്ട് നമുക്ക് ഇപ്പം എൻ്റെ കൂടെ കാനഡയ്ക്ക് വരാനിരുന്നവൻ ഐവനും ഓക്കെ പോയി രക്ഷപ്പെട്ടിട്ട് അപ്പോഴത്തേ അവൻ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു നമ്മൾ മനസ്സിലൊരു ആഗ്രഹം വെച്ചുകൊണ്ട് വേറെണ്ണത്തിലകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ അവിടെ നിന്ന് വീട്ടുകാരുടെ കാശ് കളയണമെന്ന് വിചാരിച്ചു. അന്ന് ഈ തിരിച്ചു വന്ന സമയത്ത് വീട്ടുകാരൊക്കെ പ്രശ്നമായിട്ട് ഇന്നിപ്പോ എന്താ വീട്ടുകാർ പറയുന്നത്? നിങ്ങൾ നല്ല പ്രശ്നമാണ്. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഓരോരുത്തർ വന്ന് ഉപദേശിക്കുന്നു, ഈ പറയുന്ന എന്താ പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇവൻ്റെ എന്താ അസുഖമാണ്, റിലേറ്റീവ്സ് വരുന്നു. റിലേറ്റീവ്സ് വരുന്നു. അപ്പം ഞാൻ അങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എറണാകുളത്തൊരു കോളേജിലായിരുന്നു SH. അങ്ങനെ അവിടെ വന്ന് അഡ്മിഷൻ എടുത്തു. അതിനുശേഷം ഞാൻ ഇതേണക്ക് ഇവനുമായിട്ട് പറയുന്നു കണ്ടന്റ് സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ കയറി പോയപ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് വരുമാനം വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യണ്ട, കോൺഫിഡൻസ് ആയി. പിന്നെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യണ്ട. പിന്നെ ഒരു ലാസ്റ്റ് ഒരു കൊല്ലത്തിനുള്ളിൽ ഫുൾ സെറ്റായി. അപ്പോൾ അത്യാവശ്യം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്.